ഹലോ ഗൈസ്, നമുക്കൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ? സത്യം പറഞ്ഞാൽ ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഇതിനകത്തില്ല. ഞങ്ങളൊരു സൺഡേ ചുമ്മാ ഇരുന്നപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇതെൻ്റെ റൂംമേറ്റ് അല്ല, ഹൗസ് മേറ്റാണ്. അപ്പം ഞങ്ങൾ ചുമ്മാ ഇരുന്നപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. പക്ഷേ ഇതിൽ റെസിപ്പി കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ഉണ്ടാക്കിയതാണ്. സത്യം പറഞ്ഞാൽ ഫ്ലോപ്പായി. കുഴപ്പമില്ലായിരുന്നു, കഴിക്കായിരുന്നു. പക്ഷേ ചിക്കൻ കറി ഒരു അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ കറി അവളാണ് വെച്ചത്, റൈസ് മാത്രം ഞാൻ വെച്ചുള്ളൂ. ഈ മിക്സ് ചെയ്തത് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടാണോന്ന് അറിയില്ല, ഒരു കാശിന് കൊള്ളില്ലായിരുന്നു. പക്ഷേ സൺഡേസിൽ നമുക്കിതൊക്കെ സ്വർഗ്ഗമാണ്. കാരണം ഞങ്ങളിവിടെ ഇപ്പം ഈ റൂമിൽ മാറിയിട്ട്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ എറണാകുളത്തോട്ട്, ഞാൻ ശരിക്കും ചെങ്ങന്നൂരുകാരിയാണല്ലോ, അപ്പോൾ എറണാകുളത്തോട്ട് മാറിയിട്ട് നമുക്കിതൊക്കെ സ്വർഗ്ഗമാണ്. സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത് തന്നെ സ്വർഗ്ഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫുഡൊക്കെ നമുക്ക് ഭയങ്കര പറഞ്ഞു വന്നത്, ഈ ഫുഡൊക്കെ നമുക്ക് സ്വർഗ്ഗമാണ്. അങ്ങനെ ഞങ്ങൾ സൺഡേയിൽ ഈ ബിരിയാണി ഉണ്ടാക്കിയൊക്കെ കഴിച്ച്, സത്യം പറഞ്ഞാൽ സൺഡേ ഒരു ബോറിംഗ് ആയിരുന്നു. ചുമ്മാ കിടന്ന് ഉറക്കം, ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഉറക്കം, അത് തന്നെ ആയിരുന്നു. ഇതത് വേറെ വീഡിയോസ് ഒന്നും സത്യം പറഞ്ഞാൽ എടുക്കാൻ വേണ്ടി പറ്റില്ല, കാരണം മടി കാരണം. ഒന്നും ചെയ്യാനില്ലായിരുന്നു സൺഡേ. പക്ഷേ എന്താണെന്നറിയില്ല, മുടിഞ്ഞ മടിയായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര മടിയായി. പിന്നെ കിടന്നുറങ്ങി, എഴുന്നേറ്റ് പിന്നെയും കിടന്നുറങ്ങി, കുളിച്ച്, ഇതൊക്കെ തന്നെ ആയിരുന്നു സൺഡേ. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. വീട്ടിൽ പോകാൻ മടിയായതുകൊണ്ടാണ് പോകാത്തത്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ തോന്നില്ല, പക്ഷെ പോകാനുള്ള മടി. ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് വൈകിട്ടത്തേക്ക്. കാരണം വൈകിട്ട് ചപ്പാത്തിയിലൂടെ ഞാൻ ആ ചിക്കൻ കറിയാണ് കൂട്ടിയത്. അതുകൊണ്ടാണ് പറയുന്നത്, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അവളുണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇത് മിക്സാക്കി നമ്മൾ കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു, ബൈ.